പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന കാര്യം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേര് പല വിധത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിയിൽ ഓൾട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ചിലരൊക്കെ ചോദിക്കുന്നത് ഓൾട്രേഷൻ ചെയ്യുന്ന സ്ഥലം അറിയോ, അല്ലെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളാണ് ചോദിക്കുന്നെങ്കിലും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുതന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ് എനിക്ക് വന്നിരുന്നു. അവരുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം. കാരണം ഈ 2-3 വർഷങ്ങളായിട്ട് എൻ്റെ വീഡിയോ കണ്ട പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത് ഓൾട്രേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ അവർ ജില്ലാടിസ്ഥാനത്തിൽ അവരൊക്കെ എവിടെയാണ് എന്ന് നോക്കി അവർക്ക് വേണ്ടുന്ന, കാരണം വെച്ചാൽ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വന്ന ഒരു ചോദ്യം, 2 ദിവസം മുമ്പേ വന്ന് എനിക്ക് വന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇത് എന്താണ്, എങ്ങനെയാണ് ഇതിന് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ശരിക്കും അത് ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങളോട്. അതെന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു പ്രധാന കാരണം അതാണ്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ആദ്യമായി നിങ്ങൾ ഒരു വാഹനം എടുത്ത് നിങ്ങൾക്കത് ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മെഡിക്കൽ ബോർഡ് ഡോക്ടറുമായി നമ്മൾ ആദ്യം ഒരു കൺസൾട്ടിങ് നടത്തണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലത് കാലിനാണ് പ്രശ്നം. അപ്പോൾ ഇടത് കാലം ഓക്കെ ആണെങ്കിലും എനിക്ക് വാഹനം ഓടിക്കണമെങ്കിൽ ഹാൻഡ് കൺട്രോൾ സിസ്റ്റമായിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടി ഇടത് കാലോട് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിലും അത് പാടില്ല എന്നതാണ് നിയമം. ചിലവരുണ്ട് വലത് കാലിന് പ്രശ്നമാണെങ്കിൽ ഇടത് കാലോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കാം. അത് ഓടിക്കുന്നതിൽ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അതിൻ്റെ നിയമത്തിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലത് കാലിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമുക്ക് വലത് കാലോട് ആക്സിലേറ്ററും ബ്രേക്കും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് രണ്ടും ഉപയോഗിക്കേണ്ടത് വലത് കാലാണല്ലോ. ഉപയോഗിക്കേണ്ടത് തന്നെ ഹാൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ ആളുകൾക്കും വണ്ടിയിൽ വ്യത്യസ്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചില സമയത്ത് വലത് കാലിന് യാതൊരു പ്രോബ്ലവും ഇല്ല, ഇടത് കാലിന് പ്രശ്നമുള്ളൂ, കൈക്കും യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വലത് കാലം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. ഓൾട്രേഷൻ ആവശ്യമായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ വൈകല്യത്തിനനുസരിച്ച് ഏത് രീതിയിലുള്ള ഓൾട്രേഷൻ ചെയ്യണം എന്നുള്ളത്, ഏത് അവയവം ഉപയോഗിച്ച് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളത് ഡോക്ടറെ അടുത്ത് നിന്ന് നമ്മളൊരു തീരുമാനിച്ച്, അതായത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ മെഡിക്കൽ ബോർഡിൽ നിന്ന് നമുക്ക് സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ലൈസൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങുന്നതാണ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സർട്ടിഫിക്കറ്റിൻ്റെ നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഭിന്നശേഷിക്കാർ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ മെഡിക്കൽ ബോർഡിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എലിജിബിൾ സർട്ടിഫിക്കറ്റ് എന്താണ്, നമുക്ക് ഈ രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ലൈസൻസിന് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ്, അതായത് ഈ ഡോക്ടർ തന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് അഡാപ്റ്റർ വെഹിക്കിളായിട്ടുള്ള ലൈസൻസിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ സമർപ്പിക്കുന്നത് ഈ ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റാണ്. ഇതേ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ആ രീതിയിൽ നമുക്ക് രൂപകൽപ്പന ചെയ്യണമെങ്കിൽ, ഈ രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ആദ്യം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, നമ്മുടെ അടുത്തുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, അതായത് RTO പോയി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുക്കണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി സർട്ടിഫിക്കറ്റ് ഏത് രീതിയിലുള്ള രൂപകൽപ്പന
ചെയ്താൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക. ആ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ രൂപമാറ്റം വരുത്തുന്നതിന് വേണ്ടി RTO റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ പെർമിഷൻ മേടിക്കുക. ആ പെർമിഷന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക അതിൻ്റെ ഒരു ചലാന് അടക്കാനുണ്ട്. ഈ ചലാൻ വഴി അത് അവർ പറയും ആ ഹെഡിലേക്ക് ഓൾട്രേഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അക്ഷയ ത്രൂവോ അല്ലെങ്കിൽ ഈ സേവാ കേന്ദ്രം വഴിയോ നിങ്ങൾക്ക് അതിൻ്റെ ഫീ അടച്ച് അംഗീകാരമുള്ള, അതായത് എനിക്ക് മനസ്സിലായിടത്തോളം കേരളത്തിൽ ചുരുക്കം ചില 4-5 ആൾക്കാർ എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിൽ ഈ ഓൾട്രേഷൻ ചെയ്യേണ്ട അംഗീകാരമുള്ള വർക്ക്ഷോപ്പുകൾ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിൽ അംഗീകാരമുള്ള വർക്ക്ഷോപ്പിൽ ഈ ഉത്തരവിൻ്റെ കോപ്പി സഹിതം പോയി അവർക്ക് പെർമിഷൻ കിട്ടിയതിൻ്റെ ഓർഡർ പ്രകാരം നിങ്ങൾ പോവുകയും അതിൻ്റെ ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന രൂപകൽപ്പന അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുകയും ആ വരുത്തിയതിൻ്റെ ശേഷം ആ സ്ഥാപനത്തിൽ നിന്ന്, ഏത് സ്ഥാപനത്തിൽ നിന്നാണോ അംഗീകാരമുള്ളൊരു സ്ഥാപനത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ഈ ഓൾട്രേഷൻ ഇതിൻ്റെ ചേഞ്ചിങ് വരുത്തുന്നത്, ആ സ്ഥാപനത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവർ നൽകും. ഈ സർട്ടിഫിക്കറ്റ് സഹിതം നമ്മുടെ വണ്ടീൻ്റെ അനുബന്ധ രേഖകളും സഹിതം പെർമിറ്റിന് നമുക്ക് ഓൾട്രേഷൻ ചെയ്യാൻ അനുമതി എന്ന സർട്ടിഫിക്കറ്റും ഈ കാര്യങ്ങളൊക്കെ തിരിച്ച് RTO ഓഫീസിൽ നമ്മൾ ഏൽപ്പിക്കുകയും അവർ പറയുന്ന മുറയ്ക്ക് ഈ വാഹനം, ഓൾട്രേഷൻ ചെയ്ത വാഹനം നിങ്ങൾ കൊണ്ടുപോയി ഇവരെ ടെസ്റ്റ് ഗ്രൗണ്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി അവിടെ നിന്നും MVIമാർ വാഹനം ചെക്ക് ചെയ്ത് പരിശോധിച്ച് അത് ഉറപ്പ് വരുത്തി ഓക്കെ ആണെന്ന് അവർ വരുത്തിയതിൻ്റെ ശേഷം അവരത് മറ്റുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കൊടുത്ത് നിങ്ങളുടെ RCയിൽ ഓൾട്ടർ ചെയ്ത കാര്യങ്ങൾ എൻഡോസ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ടിക്ക് രൂപമാറ്റം വരുത്തേണ്ടതും മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതും. ഇതുപോലെ തന്നെ രൂപമാറ്റം വരുത്താൻ ഈ ഭിന്നശേഷി അല്ലാത്തവർക്കും രൂപമാറ്റം വരുത്തുന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. ഭിന്നശേഷി അല്ലാത്തവർക്ക് വണ്ടിയുടെ കളർ മാറ്റാം, മറ്റുള്ള മോഡിഫൈ ചെയ്യാം. അതായത് സാധാരണക്കാരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വണ്ടീൻ്റെ സ്കൂട്ടറിൻ്റെതായാലും കാറിൻ്റെതായാലും ഒന്ന് കളർ ചേഞ്ച് ചെയ്യണമെങ്കിലും ഇതുപോലെ ഒരു മാറ്റങ്ങൾ ഫീ അടച്ച് പെർമിഷൻ വാങ്ങി ഫീ അടച്ച് അവർ പിന്നീട് ഏതെങ്കിലും ഒരു പെയിൻറ്റർ അടുത്ത് പോയി കളർ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ശേഷം വണ്ടി കൊണ്ടുപോയി കാണിച്ച് ആ കളർ നമ്മുടെ RCയിലേക്ക് മാറി വരും. നമ്മൾ സാധാരണ ഇപ്പോൾ വൈറ്റ് കളറാണെങ്കിൽ ഇപ്പോൾ ഗ്രേയോ ബ്ലൂവോ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലൂ കളറാണ്, ഗ്രേ കളറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ RCയിൽ വണ്ടിയുടെ കളർ ഇന്നതെന്ന് പറഞ്ഞിട്ട് വരും. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറ്റം വരുത്തുന്നത് കളർ ചേഞ്ച് അല്ല, ഇതിൻ്റെ മെക്കാനിസം തന്നെയാണ് മാറ്റം വരുത്തുന്നത്. ഉപയോഗിക്കുന്ന, അതായത് കൈയോടും കാലോടും നമുക്ക് ഏത് രീതിയിൽ വണ്ടീനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മെക്കാനിസം തന്നെ ഒരു മാറ്റുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ക്ലച്ചായാലും ഗിയറായാലും ആക്സിലേറ്ററായാലും ഇതൊന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമവുമില്ല. അഡീഷണൽ നമുക്ക് സംഭവങ്ങൾ പിന്നെ അഡീഷണൽ ഫിറ്റിങ്സ് ചെയ്യാനുള്ളതാണ് ഈ ഓൾട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ചിലവർ ചോദിക്കുന്നുണ്ട് ഇപ്പുറത്തെ ആക്സിലേറ്ററിൻ്റെ ലിവർ എടുത്തിട്ട് എനിക്ക് ഇപ്പുറത്തെ വെച്ചുകൂടെ, എന്നാലും എനിക്ക് അടുത്തുകാരോട് ആക്സിലേറ്റർ കൊടുത്തൂടെ, അതൊന്നും നിയമത്തിൽ പെട്ട കാര്യമല്ല, അതൊന്നും നിയമവിരുദ്ധമായ കാര്യമാണ്. വണ്ടിയുടെ ഒരു പാർട്സും നമുക്ക് റിമൂവ് ചെയ്ത് അപ്പടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വകുപ്പൊന്നും ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ചിലയിടത്തുനിന്ന് കിട്ടിയ ചില വിവരങ്ങളുണ്ടായിരുന്നു. അതായത് ഞാൻ പെർമിഷൻ എടുക്കാൻ പോയാലും അവർ പറഞ്ഞു ഏതായിട്ടും വണ്ടി ഓൾട്ടർ ചെയ്ത് കൊണ്ടാന്ന് കാണിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ട് ചെയ്ത പലരും ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആയ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഏതെങ്കിലും ഒരു LMBമാർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ ബൈ ചാൻസിന് നിങ്ങൾ പെർമിഷനായിട്ട് മേടിച്ചില്ല, ചെല്ലാനടച്ചില്ല, ഇനി അനുമതി മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല, നിങ്ങൾ ഇതൊന്നും വാങ്ങാതെ തന്നെ നിങ്ങൾ ഈ വണ്ടി ഓൾട്ടർ ചെയ്യാൻ കൊടുത്തു. ഓൾട്ടർ ചെയ്തതിൻ്റെ ശേഷം കൊണ്ടുപോയി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് ഓൾട്ടർ ചെയ്തതിൻ്റെ ശേഷമാണ്
കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓൾട്ടർ ചെയ്തു. ഓൾട്ടർ ചെയ്ത് നിങ്ങൾ വരുന്ന വഴിക്ക് ഈ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി എന്നിരിക്കട്ടെ. ഈ വണ്ടി ആക്സിഡൻ്റ് ആയാൽ സ്വാഭാവികമായിട്ടും ഈ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ കമ്പനികൾ ഒരിക്കലും പൈസ കൊടുക്കാനല്ല ശ്രമിക്കുക, കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുക എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഷുർ അടക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ നമുക്ക് വണ്ടീൻ്റെ ഇൻഷുർ കൊടുക്കാനല്ല, കൊടുക്കാതിരിക്കാനാണ് മാക്സിമം അവർ കൊടുക്കാതിരിക്കാനുള്ള പഴുതാണ് അവർ നോക്കുക. ആ സമയത്താണ് നിങ്ങൾ ഈ എക്സ്ട്രാ ഫിറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് കാണുന്നതെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഫിറ്റ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കേണ്ട വന്നതെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മളെ ആ ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം പോവും. എവിടെയെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ നാശനഷ്ടങ്ങൾ ചില സമയത്ത് നമുക്ക് വന്നിരുന്ന് വരാം. അതേ സമയത്ത് ഇത് ബൈ ചാൻസിന് ഉണ്ടായാൽ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഞാൻ മുൻകൂട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് ഓൾട്ടർ ചെയ്യാൻ പോകുന്നതും അതിൻ്റെ ശേഷം കൊണ്ടുവന്നത് കാണിക്കുന്നതും ആയിരിക്കും നല്ലത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെപ്പോലത്തെ ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വണ്ടീൻ്റെ ഓൾട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.